കുറെ നേരമായിട്ട് ഞാൻ നോക്കുന്നു, രണ്ടുപേരുടെ പ്ലാൻ ചെയ്യും. എന്നിട്ട് ഏറെ ഞാൻ നോക്കുന്നു, ചിരിക്കുന്നു, ഞാൻ നോക്കുന്നു. കുറെ നേരം ചോദ്യം എന്നാന്ന് എനിക്ക് കേട്ടാ മതി. ബാക്കിയുള്ളവരോട് കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതുപോലെ കുറച്ച് സിനിമ കണ്ടോ? ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് സെക്കൻഡ് പാർട്ടിനെ പറ്റി നീ ചോദിക്കും. കണ്ടിട്ട് നമ്മൾ പറയാം. അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ ഇതിന് ഉത്തരം തരാം. ഓക്കെ? എനിക്ക് വയ്യ. താങ്ക് യു. ഇതിനു മുമ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? പറയണം. എഴുത്തുകാരന്റെ ഒരിക്കലുമില്ല. അതോ ഏത് അതാ അമ്മല് പിടിച്ച് കയറ്റി നിർത്തിയത് എന്റെ പൊന്നു മോനെ. ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അഭിനയിക്കുന്നില്ല. ഞാൻ എത്തിയിട്ട് ഇതൊരു ഭാഗ്യമാണ്. എന്തോ എല്ലാരും എന്റെ ഇങ്ങോട്ടല്ലേ? ആ അതെ, ഒറ്റയ്ക്ക് ആർക്കും വഴിവെട്ടാൻ പറ്റില്ല. സൈഡിൽ ചേച്ചി അതിന്റെ കൂടെല്ലാം കൂടി ചേർത്ത് കളിക്കണം. ഒറ്റയ്ക്ക് വഴി വെക്കുമോ? വേണം ക്യാപ്ഷൻ ഇടാൻ. അടുത്ത ചോദ്യം മക്കളെ, വേറെ ചോദ്യം ഇല്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതെങ്കിലും നല്ല നടന്മാരായിട്ട് എന്നെ പറഞ്ഞു തോന്നുന്നത് അതൊരു അംഗീകാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ല, അതൊക്കെ വലിയ അതൊരു അംഗീകാരമല്ലേ, അത് അത്രയേ ഉള്ളൂ. എനിക്ക് അംഗീകാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഇനി കുമസ ടൂവിലേക്ക് ഓൾറെഡി നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കിയതിനു ശേഷം നല്ല റെസ്പോൺസ് അതിന് രണ്ടാം ഭാഗം ഉണ്ടാകുന്ന ഒന്നുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുതൽ ചെയ്യുന്നത്. കാരണം ആദ്യം ഉണ്ടാക്കിയ എഫക്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് അത് കൂടുതലായിരിക്കും പ്രഷർ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻ ഒക്കെ. പേടിയുണ്ട്? ഇല്ല, പേടിയില്ല. കാരണം എന്റെ കൂടെ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. അഭിനയിക്കുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. കാരണം എന്റെ പിന്നിലും മുന്നിൽ നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയമില്ല. പിന്നെ ജനങ്ങളെ അത് ഏറ്റെടുക്കുന്ന ധൈര്യവും തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ആ ത്രെഡ് അത്രയും മനോഹരമാണ്. കാരണം അത് ഇത് വന്നാൽ അത്രയും നല്ല സംഭവമാണ്. അതിന്റെ ധൈര്യം തന്നെയാണ്. എടാ, ആ മുടിവിന്റെ കഥ മതി. എന്നിട്ട് പറയാം. എന്തോ ചെയ്യുന്ന ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുന്നത് പ്രേക്ഷകർ റെപ്രസെന്റ് ചെയ്യണം. ചെയ്യുന്ന കഥാപാത്രം ഇല്ലടാ, ഞാൻ എപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നതും പ്രേക്ഷകർ തന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്നിട്ടാണ് എന്നോട് ജെയ്സൺ പറഞ്ഞത്, ഇങ്ങനൊരു പരിപാടി ഉണ്ട്, അത് ഹീറോ അല്ല, ആദ്യം ഹീറോ അല്ല, ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് റിയാസിക്ക് വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ എത്തിയിട്ട് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പടം ഹിറ്റാണെന്നാണ്. ഇങ്ങനെ നീ കഥ കേട്ട പോലെ തന്നെ കേട്ടെ, പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത്. എനിക്ക് ഞാൻ ഈ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കാൻ സാധിച്ചത് നന്ദിയുണ്ട്. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് ഈ ചിരിച്ച മുഖത്തോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡുള്ള കാര്യമാണ്.
ഇറങ്ങിയെന്ന് തോന്നുന്നു. ആ. കാരണം പാട്ടുപുസ്തകം സിനിമ ഇറങ്ങിയ സമയത്ത് ആ. പലരും നല്ല സിനിമകൾ വർക്കൗട്ട് ആവുന്ന ആ. ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം. ആ. പക്ഷേ എഫേർട്ടിനെ മാറ്റുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ലൊരു കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ചെയ്യുന്നത് നല്ല അതെ. കാര്യമാണ്. അതെ. പുതിയൊരു വിഷയമായിരുന്നു. ഓക്കെ. പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇല്ല, ഇപ്പൊ ബാബേഴ്സിന്റെ കേസ് ആണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 7 തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. 3rd വീക്കായി. അതിന് നമ്മള് സന്തോഷത്തോടെ ഇരിക്കുക, അതിലെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് നമ്മളെ വെച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുക. അതിന്റെ ഒപ്പം തന്നെ ഒരു വേറെ പടം കിടക്കുമ്പോൾ തന്നെ അടുത്ത പടം വരുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി. ആ കുറച്ച് പ്രാവശ്യം എടുത്തോട്ടെ. ഇവിടെ ഈ സൈഡിലൊന്നും വരുന്നില്ല. ഈ പടത്തിന്റെ അവസാനം വരുന്ന സമയത്ത് ഒരു സീക്വലിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ സമയത്ത് ഞാൻ കണ്ടപ്പം തിയേറ്ററിൽ കണ്ടിറങ്ങിയ സമയത്ത് സെക്കൻഡ് പാർട്ടിലേക്ക് മാത്രമായിരിക്കും ചേട്ടൻ കൊണ്ടുവന്ന തന്നെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോ എനിക്ക് ഒരു സംശയം. അപ്പൊ സത്യം പറഞ്ഞത് ആദ്യം പറയുമ്പോഴൊന്നും വരുന്നില്ല. പക്ഷേ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോഴാണ് ജയ്സ് പറയുന്നത് സംഭവം നന്നായി വന്നിട്ടുണ്ടെന്നൊരു സാധ്യത എന്നാണ്. ഞാൻ പറഞ്ഞു ശരി, 2 ഷോട്ടിൽ ഒരാളെ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിച്ചില്ലേ. അങ്ങനെ പറഞ്ഞില്ലേ സെക്കൻഡ് പാർട്ടിലേക്ക് ആയിരിക്കും ഇത് വരുന്നത്? ഇല്ല, ആദ്യം നമ്മൾ ചിന്തിക്കാൻ പറ്റും. ശരി, ആദ്യമേ സീക്വൽ ആയിട്ട് അതാ ഞാൻ പറഞ്ഞത്. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോ ജയ്സ് അതൊന്ന് ഹിന്റ് ചെയ്തു. പക്ഷെ പടം റിലീസിന് ശേഷം തീരുമാനിക്കാൻ നല്ലത്. പടം കണ്ടപ്പോ എന്റെ അടുത്ത് ഞാൻ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറഞ്ഞു ഇതുപോലെ സെക്കൻഡ് പാർട്ട് വേണം. കുറച്ച് മീഡിയക്കാർ വന്നപ്പോൾ അവരെന്നെ വന്ന് പറഞ്ഞു. അത് പോയി സർപ്രൈസിങ് ആയിരുന്നു. നമ്മളൊരു ഹിന്റ് പടം കാണുന്നവർക്ക് അറിയാം പോസിബിലിറ്റി. പക്ഷെ അങ്ങനെ പലരും പറഞ്ഞു. അതിന് മുമ്പ് എന്റെ പടം കണ്ടവർ പറഞ്ഞു, ചോദ്യം ചോദിച്ചിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പൊ ഞാൻ റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ തിയേറ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വന്നപ്പോൾ കഴിഞ്ഞ ഷോപ്പ് എല്ലാവരും അത്രയും സന്തോഷത്തിൽ നമ്മുടെ ഫാമിലി എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യത്തിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടും കൂടി തന്നെയാണ് നമ്മൾ അതിന്റെ ഉത്തരം കൊടുക്കാൻ തീരുമാനിച്ചത്.